ജീവിത ബുദ്ധിമുട്ടുകളും ആവർത്തിക്കുന്ന പരീക്ഷണങ്ങളും നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: മെച്ചുറേഷൻ ബ്രിങ്സ് ക്ലാരിറ്റി, സ്ട്രെങ്ത്, പീസ് ആൻഡ് ഗൈഡ്സ് ലൈഫ് ടുവേർഡ്സ് ഡെസ്റ്റിനി. 5-ാമത്തെ അധ്യായം മാനവ ജീവിത ഉദ്ദേശ്യം കണ്ടെത്തലും നിറവേറ്റലും എന്നുള്ളതിൽ ആത്മീയജ്ഞാനത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. 4 പ്രധാന കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത്. ആത്മജ്ഞാനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകാം, ആ അനുഭവങ്ങൾ നമ്മിൽ എന്തെല്ലാം ഗുണങ്ങൾ വളർത്തുന്നു, തുടർന്ന് നമ്മിൽ എന്തെല്ലാം തുറന്നു വരുന്നു, സ്ഥിരമായ പക്വതയും ഫലവും ലഭിക്കുന്നതിന് ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആത്മജ്ഞാനം നമ്മുടെ ജീവിതത്തിന്റെ ആത്മത്തെ ശരിയായ വിധത്തിലേക്ക്, അതിന്റെ ശരിയായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാനുള്ള ഒരു യാത്രാ സംവിധാനമാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് നമ്മുടെ ആ യാത്ര സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിലേക്കുള്ള യാത്രയ്ക്കായിട്ട് ആത്മജ്ഞാനത്തിലൂടെ കയറി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലസിദ്ധികൾ എന്തൊക്കെയാണ്? സിദ്ധികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, എങ്കിലും ഇതിന്റെ ഫലഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇതില് ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഇതത്ര ഈസിയുള്ള ഒരു ലളിതമായ ഒരു യാത്രയല്ല എന്നുള്ളതാണ്. നമുക്ക് അത്ര പെട്ടെന്ന് ഇതിലൂടെ അങ്ങ് കടന്നു പോകാൻ കഴിയില്ല. കഠിനമായ താല്പര്യവും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഇതിലൂടെ കടന്നു പോകാൻ കഴിയുക. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇതിന്റെ ആദ്യ സ്റ്റേജുകളിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് വേണമല്ലോ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിലേക്ക് മാറാൻ. ആത്മത്തെയോ അവനവനെയോ എന്തിനെ അന്വേഷിക്കുകയാണെങ്കിലും നമ്മൾ നിലനിൽക്കുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോ നിൽക്കുന്ന ഇടത്ത് ഇതിന്റെ സുഖമണ്ഡലമാണെന്ന് കരുതുന്ന ഒരാൾക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ആ വട്ടം ചുറ്റി പോവുകയുള്ളൂ. നിൽക്കുന്ന ഇടമാണ് എന്റെ സുഖമണ്ഡലം, കംഫർട്ട് സോൺ എന്ന് കരുതുന്ന ഒരാൾക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടത്തെ സുഖമണ്ഡലത്തിന്റെ പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ചുവട് അപ്പുറത്തേക്ക് വയ്ക്കാൻ പറ്റുക. ഇത് ആത്മജ്ഞാനത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഏതൊരു യാത്രയിലും, ഏതൊരു പരിവർത്തനത്തിലും, ഏതൊരു പാരഡൈം ഷിഫ്റ്റിനും ഇത് ആവശ്യമാണ്. നിൽക്കുന്ന ഇടം വിടിഞ്ഞാലേ ചെല്ലുന്നിടത്ത് ചെല്ലാൻ കഴിയുള്ളൂ. നിൽക്കുന്ന ഇടം വിടുക എന്നുള്ളത് പലപ്പോഴും നൊസ്റ്റാലജിക്കായിട്ട് കരുതുന്ന, ഗൃഹാതുരത്വമായിട്ട് കരുതുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് നിൽക്കുന്ന ഇടം വിടാൻ ഭയങ്കര വിഷമമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോ അത് ബ്രേക്ക് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഈ ഉള്ളിൽ ഈ സാധനവും ഇട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗൃഹാതുരത്വത്തിന്റെ നോവുകളും നൊമ്പരങ്ങളും എല്ലാം ഇട്ട് വലിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. മുഴുവൻ ഇമോഷൻസിനെ കളഞ്ഞിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് വെല്ലുവിളികളെ സമയത്ത് വന്നു ചേരും. സത്യത്തിൽ ഈ വെല്ലുവിളികൾ വെളിയിൽ നിന്നും വരുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ അറിയില്ല ഇത് വെല്ലുവിളി വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്നാണ്, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരുപാട് പിടുത്തങ്ങൾ, പുറകോട്ട് വലിവുകൾ നമുക്കുണ്ടാവും. നിങ്ങൾ ജീവിതത്തിന്റെ തോണി എന്നുള്ള ആ ഒരു പാഠത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത്. വേറൊന്നെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. വെറുതെ പഠിക്കുന്നതല്ല, നല്ല വേദനയോടുകൂടിയാണ് പഠിക്കുക. നമ്മുടെ ജീവിതത്തെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇതിന്റെ അകത്തുകൊണ്ടുണ്ടാവും. നമ്മൾ ആവർത്തിച്ച് പ്രകൃതി പരീക്ഷിക്കുന്നത് കാണാം. സത്യത്തിൽ ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത്, ഈ പെയിൻ ഉണ്ടാവുന്നതിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ അകമാണ്. ലേണിംഗ് നടക്കുന്നത് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള ഇടപെടലിലാണ്. ഈ പെയിൻ ഉണ്ടാക്കി അതിലൂടെ പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ലെസൺസ് ആയിരിക്കും. ആ പരിവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങളായിരിക്കും ഉണ്ടാവും. നമ്മളിപ്പോ വെറുതെ ഇരിക്കുന്ന ഒരാളോട് ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അവരുടെ ആവശ്യമായി അവരത് അനുഭവിച്ച് വേദനിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ സാധനം പെർമനന്റ് ആയിട്ട് നിൽക്കും, ഒരിക്കലും അത് വിട്ടുപോകില്ല. അപ്പൊ ആ പെയിൻഫുൾ ലേണിംഗ് ആണ് ഈ ആത്മജ്ഞാനം നമുക്ക് ആദ്യമേ തരുന്നത്. ഓക്കെ, അപ്പോ ആദ്യം വെല്ലുവിളികൾ തരുന്നു, അതിൻ്റെ അകത്തുകൂടെ ആ വേദനയുടെ ഒപ്പം, ആ വെല്ലുവിളികൾക്കൊപ്പം വേദന തരുന്നു, വേദനയ്ക്കൊപ്പം പാഠങ്ങൾ തരുന്നു.
പാഠങ്ങൾ മാത്രമല്ല, പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷണം ഉണ്ടാവുമല്ലോ, പരീക്ഷണങ്ങൾ തരും. ആവർത്തിച്ച് പരീക്ഷണങ്ങൾ, മന്ത്ലി ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇഷ്ടം പോലെ പരീക്ഷണങ്ങൾ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് നമ്മുടെ ഉള്ളില് ക്ഷമ എന്നുള്ളതിനെ കൃത്യമായിട്ട് രൂപകൽപ്പന ചെയ്യും. ക്ഷമ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ക്ഷമ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു ധാരണ വരും. സഹനശേഷി ഉണ്ടാവും. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതിനെ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ശേഷി ഉണ്ടാവും. ക്ഷമയും സഹനവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. ഈ ശക്തി വർദ്ധിപ്പിച്ചു കഴിയുന്ന സമയത്താണ് നമ്മൾ സത്യത്തിൽ ഈ ആത്മയാനത്തിലൂടെ ലക്ഷ്യമാക്കുന്ന ആ ഒരു ഇടത്തെത്താൻ പ്രാപ്തമാവുക, അല്ലെങ്കിൽ യോഗ്യമാവുക. ആ അർഹത നേടുന്നത് അപ്പോഴാണ്. അപ്പോ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകുന്നു, വേദനകൾ ഉണ്ടാകുന്നു, പാഠങ്ങൾ ഉണ്ടാകുന്നു, പരീക്ഷകൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ഉള്ളിൽ ക്ഷമയുണ്ടാക്കുന്നു, പിന്നെ സഹനശേഷി ഉണ്ടാക്കുന്നു. അത് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കി തരുന്നു. ഇങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ ആ ക്ഷമയിലൂടെ, സഹിഷ്ണുതയിലൂടെ, ശക്തിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് കാണാനാകാൻ പറ്റും. ഒരു കാര്യത്തെ കാണണമെങ്കിൽ നമ്മളത് കാണേണ്ട അത്രയും സമയം നോക്കണം, കാണേണ്ട ഇടത്ത് നിന്ന് നോക്കണം, അതിനിടയിൽ വരുന്ന ഡിസ്റ്റോർഷൻസിൽ വീണു പോകാതിരിക്കണം. ഇതെല്ലാം നമ്മൾ ഈ ടോളറൻസിൽ നിന്നും ക്ഷമയിൽ നിന്നും നമ്മൾ ആർജിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ആ ക്ലിയർ ആയിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഇങ്ങനെയാണ് വിധാനിച്ചിട്ടുള്ളതെന്ന് തിരിച്ചറിയുന്ന ഒരു വിസ്ഡം, ഒരു ജ്ഞാനം നമ്മുടെ ഉണർന്നു വരും. ആ ജ്ഞാനം വെച്ചിട്ട് നമുക്ക് ജീവിതത്തെ ഫോർസീ ചെയ്യാൻ പറ്റും, മുൻകൂർ കാണാൻ പറ്റും, ത്രികാലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മുടെ ഉള്ളില് ആ ടോളറൻസും ശക്തിയും ക്ഷമയും എല്ലാം ഉണ്ടാകുന്ന സമയത്താണ് ഈ വിസ്ഡം തെളിയുക. അപ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ജീവിതത്തെ മുൻകൂർ കാണാൻ കഴിയുക. അതിലങ്ങനെ അങ്ങോട്ട് നമ്മൾ ഈ കാര്യത്തെ കാണാനും, ക്ലാരിറ്റിയോടെ കാണാനും, മുൻകൂർ കാണാനും, പിന്നിലുള്ളതിനെ നമ്മൾ അതിൽ അഭിരമിക്കാതിരിക്കാനും ഒക്കെ ശീലിച്ചു കഴിയുമ്പോൾ, ടോളറൻസ് ഒക്കെ ശീലിച്ചു കഴിയുമ്പോൾ, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതം കുറച്ചുകൂടെ സുഗമമായി തോന്നും. നമ്മുടെ സൗഖ്യം എന്നുള്ളത്, നമ്മൾ ആദ്യം സുഖമണ്ഡലം വിടാൻ ബുദ്ധിമുട്ടായിരുന്നവരാണ് കേട്ടോ, പക്ഷെ പിന്നീട് വരുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം നമുക്ക് പതുക്കെ കൂടും. കാരണം നമ്മളെ ഇടയിൽ ഇങ്ങനെ പല ക്രൈസിസിൽ കൂടെ കടന്നുപോയി. എന്തിനാണ് ഭഗവാനെ എന്നെ ഇതിൽ കൂടെ കടത്തിവിടുന്നതൊക്കെ നമ്മൾ ചോദിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒടുവിലെത്തുന്ന ഒരു സൗഖ്യം പതുക്കെ ഇങ്ങനെ കൂടി വരും. നമ്മുടെ ഉള്ളിലെ ഈ ടർബുലൻസ് കുറഞ്ഞിട്ട് ശാന്തി ഇങ്ങനെ നിലനിൽക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളില് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽപ്പിനെ ശരിക്കും നിലനിർത്താനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ആദ്യം ഇരിക്കുന്ന ഇടം വിടാനുള്ള ഗൃഹാതുരത്വമാണ് നമ്മളെ ശല്യം ചെയ്തതെങ്കിൽ ആ ഗൃഹാതുരത്വം അല്ല വേണ്ടത്, ആ ഗൃഹത്തിനകത്ത് നമ്മൾ സസ്റ്റൈനബിൾ ആയി തീരുകയാണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും. കാരണം ഇവിടുന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒന്നും വലുതായിട്ട് മാറേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ നമുക്ക് ആശങ്കകളില്ല. നമ്മൾ അവിടെ നിൽക്കാനായിട്ട് നമ്മൾ യത്നിക്കേണ്ട കാര്യമില്ല, നമ്മൾ പരിശ്രമിക്കേണ്ട, നമ്മൾ ആരോട് യുദ്ധം ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ട, നമ്മൾ സസ്റ്റൈനബിൾ ആയിരിക്കും. ഈ ഒരു യാത്രയിൽ നമുക്ക് ആധാരമാകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപോലെ, പ്രാണനാണ് ഇതിനെല്ലാം ആധാരം. ഈ ഓരോ ഘട്ടത്തിലും നമുക്ക് കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്നതും അതിനകത്ത് ശക്തി കൂട്ടി നമ്മളെ അവിടെ നിലനിർത്തുന്നത് പ്രാണനാണ്. ഈ പ്രാണന്റെ വഴിയിലൂടെ പോകുന്ന സമയത്ത്, നമ്മളെ ആത്മയാനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ആത്മയാനം പ്രാണനത്തെ ആധാരമാക്കിയിട്ടാണ് പോകുന്നത്, PSP ആധാരമാക്കിയിട്ട് പോകുന്നത്, കോർട്ടർ കാർബിനെ ആധാരമാക്കിയിട്ടാണ് പോകുന്നത്. ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മളത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം ഡിഫിക്കൽറ്റി അതിനകത്തുണ്ടാവുന്നു, അത്രത്തോളം നമുക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകുന്നു അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. അപ്പോ ഈ ആത്മയാനത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മുടെ വിസ്റ്റത്തിലേക്ക് എത്തുക, ജീവിതത്തിന്റെ ആ ഒരു ശാന്തിയിലേക്ക് എത്തുക, ജീവിതത്തിന്റെ ഒരു പാകമായ ഒരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഈ പാകമായ ഒരവസ്ഥയാണ് നമ്മൾ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ആ മെച്ചുറേഷൻ സിദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട്, അതായത് ക്ലാരിറ്റി ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും, പീസ് ഉണ്ടാവും. അത് ലൈഫിനെ കൃത്യമായ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടെത്തിക്കും. ആ മെച്യൂരിറ്റി ആർജിക്കലാണ് ആത്മയാനത്തിലൂടെ നമ്മൾ
സംഭവിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. മെച്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ബാക്കിയുള്ളത് പ്രാണൻ നമ്മളെ കൊണ്ടുപോകും, നമ്മൾ അവിടേക്ക് എത്തിച്ചുകൊള്ളും. അപ്പോ ഈ ഒരു പക്വത, ആത്മീയമായ പക്വത, അതിലേക്കുള്ള യാത്രയ്ക്കായിട്ട് ആത്മജ്ഞാനത്തിന്റെ തോണിയിൽ നിങ്ങൾ കയറി മുൻപോട്ട് പോവുക. ഇനി എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് നമുക്ക് നാളെ സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.